ഹായ് എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോബോട്ടിൻ്റെ ജോയിൻസ് ആൻഡ് ലിങ്ക്സ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റോബോട്ട് ആക്സസറീസിൽ വരുന്ന കാര്യങ്ങളാണ് ജോയിൻസ്, ലിങ്ക്സ്, പ്രോസസ്സർ, സോഫ്റ്റ്വെയർ അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ഇൻ എ റോബോട്ട് മാനിപ്പുലേറ്റർ. റോബോട്ട് മാനിപ്പുലേറ്ററിനകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് വരുന്നത് അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജോയിൻ്റ് എപ്പോഴും രണ്ട് ലിങ്കുകൾക്കിടയിലാണ് വരിക. അതായത് ഇവിടെ ഇതൊരു ലിങ്കാണ്, അതുപോലെ ഇവിടെ ഒരു ലിങ്കാണ്. അപ്പോൾ ഇത് ഇടയിലാണ് എന്ത് വരുന്നത്, ജോയിൻ്റ് വരിക. അപ്പോൾ ഈ ജോയിൻ്റ് കാരണം ഇതിനെ നമുക്ക് ഇൻപുട്ട് ലിങ്ക് എന്ന് പറയാം, ഇത് ഔട്ട്പുട്ട് ലിങ്ക് എന്ന് പറയാം. അപ്പോൾ ഈ ഇൻപുട്ട് ലിങ്കും ഔട്ട്പുട്ട് ലിങ്കും നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റീവ്ലി മൂവ് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ലിങ്കിനെ ഏത് ഡയറക്ഷനിൽ വേണ്ടി മൂവ് ചെയ്യാം, അതുപോലെ ഔട്ട്പുട്ട് ലിങ്കിനെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ തരത്തിൽ മൂവ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത് ആ ജോയിൻറ്റിൻ്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. പലതരത്തിലുള്ള ജോയിൻറ്റുകളുണ്ട്. അപ്പോൾ അതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ജോയിൻറ്റുകളാണ് ലീനിയർ ജോയിൻറ്റ്, ഓർത്തോഗണൽ ജോയിൻറ്റ്, റൊട്ടേഷണൽ ജോയിൻറ്റ്, ട്വിസ്റ്റിംഗ് ജോയിൻറ്റ്, റിവോൾവിംഗ് ജോയിൻറ്റ്, ദെൻ സ്ഫെറിക്കൽ ജോയിൻറ്റ്, അതുപോലെ സിലിണ്ട്രിക്കൽ ജോയിൻറ്റ്സ്. അപ്പോൾ ടോട്ടൽ 7 തരത്തിലുള്ള ജോയിൻറ്റുകളാണുള്ളത്. ഏതൊക്കെയാണ് 7 തരത്തിലുള്ള ജോയിൻറ്റുകൾ? ലീനിയർ ജോയിൻറ്റ്, ദെൻ ഓർത്തോഗണൽ ജോയിൻറ്റ്, റൊട്ടേഷണൽ ജോയിൻറ്റ്, ട്വിസ്റ്റിംഗ് ജോയിൻറ്റ്, റിവോൾവിംഗ് ജോയിൻറ്റ്, സിലിണ്ട്രിക്കൽ ജോയിൻറ്റ് ആൻഡ് സ്ഫെറിക്കൽ ജോയിൻറ്റ്. അപ്പോൾ ഇതിൽ ലീനിയർ ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എൽ ജോയിൻറ്റ്. ഈ ഫിഗറിൽ കാണിക്കുന്നത് പോലെയുള്ള ജോയിൻ്റ് ആണ് ലീനിയർ ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിലെ ഇൻപുട്ട് ലിങ്ക് ഫിക്സ്ഡ് ആണ്, ഔട്ട്പുട്ട് ലിങ്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ റെഡ് മാർക്ക് കാണിച്ചിട്ടുണ്ടല്ലോ, ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ജോയിൻറ്റിൻ്റെ ജോയിൻറ്റ് കാരണം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ലിങ്ക് പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതാണ് ദ റിലേറ്റീവ് മൂവ്മെൻറ്റ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ലിങ്ക് ആൻഡ് ദ ഔട്ട്പുട്ട് ലിങ്ക് ഈസ് എ ട്രാൻസ്ലേഷണൽ സ്ലൈഡിംഗ് മോഷൻ വിത്ത് ദ ആക്സസ് ഓഫ് ടു ലിങ്ക്സ് ബീങ് പാരലൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, ഇതാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് വിചാരിക്കാം. ഇത് ഫിക്സ്ഡ് ആണ് നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ ലിങ്ക്, രണ്ടാമത്തെ ലിങ്ക്, ഈ ലിങ്കിൻ്റെ ഒന്നാമത്തെ ലിങ്കിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻട്രലിലൂടെയാണ് വരിക. അതുപോലെ രണ്ടാമത്തെ ലിങ്കിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതിൻ്റെ സെൻട്രലിലൂടെ പോകുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ആക്സിസ് ഓഫ് റൊട്ടേഷൻസ് എന്താണ്, പാരലലാണ്. അതാണ് ലീനിയർ ടൈപ്പ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അടുത്തതാണ് ഓർത്തോഗണൽ ജോയിൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് യു ജോയിൻറ്റ്. ഇവിടെയും നമുക്കൊരു ഇൻപുട്ട് ലിങ്ക് ഉണ്ട്, അതുപോലെ ഔട്ട്പുട്ട് ലിങ്ക് ഉണ്ട്. ഇൻപുട്ട് ലിങ്കിനെ നമുക്ക് ഫിക്സ്ഡ് ആക്കി വെക്കാം. ഈ ഇൻപുട്ട് ലിങ്ക് ഇത് ഫിക്സ്ഡ് ആണ്, ഏതെങ്കിലും ഒന്ന് ഫിക്സ്ഡ് ആയിരിക്കും. ഔട്ട്പുട്ട് ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് ജോയിൻ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിന് ഓർത്തോഗണൽ ജോയിൻ്റ് എന്ന് പറയുന്നത്, യു ജോയിൻ്റ്. ഇതിൻ്റെ കാരണം എന്താണ്, ഇപ്പോൾ ഒന്നാമത്തെ ഇൻപുട്ട് ലിങ്കിൻ്റെ ആക്സിസ് ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്യുക. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ആക്സിസ് ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ആക്സിസുകളും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറാണ്. പെർപെൻഡിക്കുലറിനെയാണല്ലോ നമ്മൾ ഓർത്തോഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ജോയിൻറ്റുകളെ
ഓർത്തോഗണൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലീനിയർ ജോയിൻറ്റും അതുപോലെ ഇപ്പോൾ പറഞ്ഞ ഓർത്തോഗണൽ ജോയിൻറ്റും ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രിസ്മാറ്റിക് ജോയിൻറ്റ്. ഓക്കെ, ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രിസ്മാറ്റിക് ജോയിൻറ്റ്. ഈ ലീനിയർ ടൈപ്പ് ജോയിൻറ്റും അതുപോലെ ഓർത്തോഗണൽ ജോയിൻറ്റും കമ്പൈൻ ചെയ്തിട്ടാണ് പ്രിസ്മാറ്റിക് ജോയിൻറ്റ് ഓർ പി ജോയിൻറ്റ് എന്ന് പറയും. അപ്പോൾ പി ജോയിൻറ്റിനകത്ത് വരുന്നതാണ് ഏതൊക്കെ? എൽ ജോയിൻറ്റും അതുപോലെ തന്നെ യു ജോയിൻറ്റും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ജോയിൻ്റ് ആണ് റൊട്ടേഷണൽ ജോയിൻറ്റ്. റൊട്ടേഷണൽ ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫിഗറിൽ കാണിച്ചതുപോലെ തന്നെ അതിനും ഇൻപുട്ട് ലിങ്ക് ഉണ്ട്, ഔട്ട്പുട്ട് ലിങ്ക് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഇൻപുട്ട് ലിങ്ക് ഇതിനെ ഫിക്സ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് ലിങ്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഈ ഡയറക്ഷനിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇത്തരം പിന്നെ ജോയിൻറ്റുകളാണ് റൊട്ടേഷണൽ ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കൈ ഇവിടെ നമ്മളെ കൈയാണ്, ഇവിടെ നമ്മളെ കൈയിൻ്റെ നീ ഉണ്ട്, പിന്നെ ഇവിടുന്ന് നമ്മുടെ വിരലുകളും റിസ്റ്റുകളൊക്കെ പോകുന്ന ഭാഗം. അവിടെ കൈ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ നമ്മുടെ ആ കൈയിനെ നമുക്ക് റൊട്ടേഷണൽ ജോയിൻ്റ് ആക്കി പരിഗണിക്കാൻ പറ്റും. നമ്മുടെ കൈ കൊണ്ട് പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണ്. ഓക്കെ, കൈ കൊണ്ട് നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ വരച്ച് കാണിച്ചത്. അപ്പോൾ എനിവേ റൊട്ടേഷണൽ ജോയിൻറ്റ്, this type provides rotational relative motion with the axis of rotation perpendicular to axis of input and output links. എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇപ്പോൾ ഈ ഇൻപുട്ട് ലിങ്കിൻ്റെ ആക്സിസ് എങ്ങനെ പോകുന്നത്? അത് ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് പോകുന്നുണ്ടാവുക, ഇൻപുട്ട് ലിങ്കിൻ്റെ ആക്സിസ്. ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ആക്സിസ് ഇപ്പോൾ ഇവിടെ ഈ ഫിഗർ കാണിക്കുകയാണെങ്കിൽ ഇൻപുട്ട് ലിങ്കിൻ്റെ ആക്സിസ്, ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ആക്സിസ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്ങനെയാണ്? റൊട്ടേഷൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരിക. അപ്പോൾ ഇവിടെ കാണിച്ചില്ലേ ഡോട്ടഡ് ലൈൻ ഉണ്ടല്ലോ, ഈ ഡോട്ടഡ് ലൈൻ ഇത് ആക്സിസ് ഓഫ് റൊട്ടേഷനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷന് ഇൻപുട്ട് ലിങ്കിൻ്റെ ആക്സിസിനും ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ആക്സിസിനും പെർപെൻഡിക്കുലർ ആണ് ഈ സിസ്റ്റത്തിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അതുകൊണ്ടാണ് this type provides rotational relative motion with the axis of rotation perpendicular to both input and output link axis. Okay, rotational joint ഇതിനെ R joint എന്ന് വിളിക്കും. റൊട്ടേഷൻ എന്നുള്ളതിൻ്റെ R. It is also called as revolute joint. It is also called as revolute joint. അടുത്ത ടൈപ്പ് ജോയിൻ്റ് ആണ് ട്വിസ്റ്റിംഗ് ജോയിൻ്റ്. ട്വിസ്റ്റിംഗ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ദിസ് ജോയിൻ്റ് ആൾസോ ഇൻവോൾവ്സ് rotary motion but the axis of rotation is parallel to the axis of two links. എന്ന് പറയുമ്പോൾ ഈ ഇൻപുട്ട് ലിങ്ക് ഇവിടെ ഫിക്സ്ഡ് ആണ്, ഈ ഔട്ട്പുട്ട് ലിങ്ക് നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ മുകൾക്കും താഴോട്ടുള്ള മൂവ്മെൻ്റ് അല്ല കിട്ടുന്നത്, പകരം ഇത് ഇവിടെ തന്നെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങോട്ടും അങ്ങോട്ടും മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ പിന്നെ ആക്സിസിലൂടെ തന്നെയുള്ള റൊട്ടേഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഈ സിസ്റ്റത്തിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതിലൂടെ വരിക. അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ലിങ്ക് ആക്സിസ് വരിക. ഇൻപുട്ട് ലിങ്ക് ഫിക്സ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ ആക്സിസ് അതുകൂടെ തന്നെയാണ്. എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ലിങ്കിൻ്റെ ആക്സിസും ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ആക്സിസും ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലലാണ്. ഓക്കെ,
ഈ ടൈപ്പ് ജോയിൻറ്റിനെയാണ് ട്വിസ്റ്റിംഗ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റൊട്ടേഷൻ ആക്സിസ് നമ്മൾ എങ്ങനെ കാണാം? അപ്പോൾ മുകളിൽ ഒരു ഫാന് കെട്ടി തൂക്കിയിട്ടുണ്ടെങ്കിൽ മുകളിലൊരു ഫാൻ ഇങ്ങനെ കറങ്ങുന്നത് വിചാരിക്കുക. ഈ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇപ്പോൾ കറക്കം എന്നുള്ളത് അതിനൊരു സർഫസ് ഉണ്ടല്ലോ, അതിനെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, താഴോട്ട് മുകളിലായിട്ടായിരിക്കും എന്ത് വരിക, ഇതിൻ്റെ റൊട്ടേഷൻ്റെ ആക്സിസ് വരിക. ഓക്കെ, അപ്പോൾ റൊട്ടേഷൻ ഏത് സർഫസിലാണോ നടത്തുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരിക. ഇപ്പോൾ ഈ ലിങ്ക് ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു കറക്കത്തിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങോട്ടാണ് വരിക. ഓക്കെ, അടുത്ത ടൈപ്പ് ജോയിൻ്റ് ആണ് റിവോൾവിംഗ് ജോയിൻ്റ്. നേരത്തെ ഇവിടെ ഒരു നമ്മൾ റെവല്യൂട്ട് എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റെവല്യൂട്ട് അതും റൊട്ടേഷനിലും ഒന്നാണ്. പിന്നെ അങ്ങോട്ട് പരസ്പരം മാറിപ്പോകരുത്. ഇപ്പം നമ്മൾ പുതിയത് പറഞ്ഞത് റിവോൾവിംഗ് ആണ്. റിവോൾവിംഗ് ജോയിൻ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വി ജോയിൻ്റ്. അപ്പോൾ ഇപ്പോൾ ഈ ഫിഗറിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇൻപുട്ട് ലിങ്ക് ഉണ്ട്. ഇൻപുട്ട് ലിങ്കിൻ്റെ ആക്സിസ് ഈ ഇൻപുട്ട് ലിങ്കിലൂടെ പാരലായിട്ട് പോകുന്നു. ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ആക്സിസ് ഇൻപുട്ട് ലിങ്കിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അത് കറങ്ങുന്നത് എങ്ങനെ? ഇപ്പോൾ ഈ റെഡ് മാർക്കിൽ കാണിച്ചതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈ ഇൻപുട്ട് ലിങ്കിന് പാരലായിട്ടായിരിക്കും വരിക. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഔട്ട്പുട്ട് ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഔട്ട്പുട്ട് ലിങ്കിന് പെർപെൻഡിക്കുലറുമാണ്. ഓക്കെ, ഇതാണ് റിവോൾവിംഗ് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിവോൾവിംഗ് ജോയിൻ്റ്. അടുത്ത ടൈപ്പ് ജോയിൻ്റ് ആണ് സിലിണ്ടറിക്കൽ ജോയിൻറ്റ്സ്. സിലിണ്ടറിക്കൽ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ബോത്ത് ലീനിയർ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. രണ്ട് ടൈപ്പ് മോഷനും കിട്ടുന്നുണ്ട് ഇവിടെ. ലീനിയർ മോഷനും ഉണ്ട്, റൊട്ടേഷണൽ മോഷൻ ഉണ്ട്. ഇപ്പോൾ ലീനിയർ മോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇത് ഫിക്സഡ് ആക്കി വെക്കാം. അതിൽ ഈ പോർഷൻ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ പറ്റും. അതാണ് ലീനിയർ മോഷൻ. പിന്നെ അത് മാത്രമല്ല, ഈ സംഗതി തന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കാം. അതാണ് ഈ ആക്സിസിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് മോഷൻസ് ഇവിടെ പോസിബിൾ ആണ്. ലീനിയറും ഉണ്ട്, റൊട്ടേഷണൽ മോഷനും ഉണ്ട്. ഇത്തരം ജോയിൻ്റുകൾ സിലിണ്ടറിക്കൽ ജോയിൻറ്റ്സ് എന്ന് പറയും. ദെൻ അവസാനത്തേത് 7th ടൈപ്പ് ജോയിൻ്റ് ആണ് സ്ഫെറിക്കൽ ജോയിൻ്റ്. അതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ്. ഇറ്റ് ഹാസ് ലാർജ് നമ്പർ ഓഫ് മോഷൻ ആൻഡ് ഹാസ് 3 DOF. അപ്പോൾ ഇപ്പോൾ ഈ സോക്കറ്റ് വരുന്ന പോർഷൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തുള്ളത് സോക്കറ്റാണ്, ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തതാണ് ബോൾ. സോക്കറ്റിൻ്റെ ഉള്ളിലാണല്ലോ ബോൾ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇൻപുട്ട് ലിങ്ക് ആണ് ഈ സോക്കറ്റിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഔട്ട്പുട്ട് ലിങ്ക് അത് ബാളിനോട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ ബോൾ കറങ്ങുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ആക്സിസ് പലയിടത്തേക്കും മാറാം. അതേസമയം ഇൻപുട്ട് ലിങ്ക് ഒറ്റ ലൈനിലൂടെ ഫിക്സ്ഡ് ആയിട്ട് വരും. അപ്പോൾ നമുക്കത് പിന്നെ ഇൻപുട്ടും ഔട്ട്പുട്ട് ലിങ്കുകളുടെയും ആക്സിസുകൾ നമുക്ക് പാരലാക്കി വെക്കാം, പെർപെൻഡിക്കുലർ ആക്കി വെക്കാം, എനി ഡിഗ്രിയിൽ അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് സ്ഫെറിക്കൽ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ ജോയിൻറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 7 ടൈപ്പ് ജോയിൻറ്റുകളാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. ലീനിയർ ടൈപ്പ് or L type, orthogonal or U joint, linear and
orthogonal combined, particularly called as prismatic joint or P joint. Next is rotational joint, R joint, then twisting joint or T joint, revolving joint, V joint, cylindrical joint, then spherical joint. The next our topic is robot configurations. എന്താണ് റോബോട്ട് കോൺഫിഗറേഷൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ജോയിൻറ്റുകളെ കുറിച്ചൊക്കെ പഠിച്ചു. ഈ ജോയിൻറ്റുകളെ ഉപയോഗപ്പെടുത്തി പലതരത്തിലുള്ള കോൺഫിഗറേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോൺഫിഗറേഷൻസിനെയാണ് റോബോട്ട് കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 5 തരത്തിലുള്ള റോബോട്ട് കോൺഫിഗറേഷൻസ് പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് കോൺഫിഗറേഷൻ ആണ് കാർട്ടീഷ്യൻ ഓർ റെക്ടാങ്കുലർ ഗാൻട്രി. അതിനെ 3P കോൺഫിഗറേഷൻ എന്ന് വിളിക്കും. 3P കോൺഫിഗറേഷൻ, അതായത് നോക്കാം ഓരോന്നിൻ്റെ പേരുകൾ ആദ്യം ഒന്ന് ജസ്റ്റ് നോക്കാം. ദെൻ സെക്കൻഡ് ടൈപ്പ് കോൺഫിഗറേഷൻ ആണ് സിലിണ്ട്രിക്കൽ ഓർ R2P configuration. Then third one is spherical joint configuration, 2RP configuration. Then fourth one is articulated or anthropomorphic configuration. This is also called as 3R configuration. Then fifth one is SCARA configuration. SCARA എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ആണ് സെലക്റ്റീവ് കംപ്ലയൻസ് അസംബ്ലി റോബോട്ട് ആം. സെലക്റ്റീവ് കംപ്ലയൻസ് അസംബ്ലി റോബോട്ട് ആം, SCARA. 2R1P കോൺഫിഗറേഷൻ. ഇത്രയും 5 കോൺഫിഗറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, കാർട്ടീഷ്യൻ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് മുതൽ എന്താണ് ഈ കാർട്ടീഷ്യൻ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ, അതിനകത്ത് 3P ആണ്, അതായത് 3 പ്രിസ്മാറ്റിക് ജോയിൻ്റ് ആണ് വരുന്നത്. പ്രിസ്മാറ്റിക് ജോയിൻ്റ്, പ്രിസ്മാറ്റിക് ജോയിൻറ്റിൽ നമുക്കറിയാം അത് സ്ലൈഡിങ് മോഷനാണ് വരിക. ലീനിയർ ടൈപ്പ് ജോയിൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ വൈ ആക്സിസ് അല്ലെങ്കിൽ സെഡ് ആക്സിസിലോട്ടുള്ള ലീനിയർ മോഷൻസ് ആണ് പ്രിസ്മാറ്റിക് കോൺഫിഗറേഷനിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനകത്ത് റൊട്ടേഷണൽ മോഷൻ പോസിബിൾ അല്ല. 3 പ്രിസ്മാറ്റിക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ കാണിച്ച ഫിഗറിനകത്ത് നിങ്ങൾക്ക് കണ്ടറിയാം, ഇവിടെ ഒരു എക്സ് ആക്സിസിലൊരു ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മോഷൻസ് ഉണ്ട്, അത് ഇതാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ ഈ കാണുന്ന ലിങ്ക് അത് പിന്നെ അതിൻ്റെ പോർഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിലും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇസഡ് ആക്സിസ് ഡയറക്ഷനിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഫിക്സഡ് ആക്കി വെക്കാം, ഈ പോർഷൻ നമുക്ക് ഫിക്സഡ് ആക്കി വെക്കാം. പക്ഷേ അതിനകത്ത് മുകളിലുള്ള ഈ സംഗതി നമുക്കത് ഇസഡ് ആക്സിസിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് 3P കോൺഫിഗറേഷൻ. ഇതിനകത്ത് റൊട്ടേഷണൽ മോഷൻസ് വരുന്നില്ല. ദെൻ സെക്കൻഡ് ടൈപ്പ് കോൺഫിഗറേഷൻ സിലിണ്ട്രിക്കൽ ഓർ R2P കോൺഫിഗറേഷൻ. ഇതിനകത്ത് ഈ പേരിൽ തന്നെ ഉണ്ട്, ഒരു റൊട്ടേഷനും 2 Pയും, ഒരു റൊട്ടേഷനും 2 പ്രിസ്മാറ്റിക്കും വരുന്നുണ്ട്. അപ്പോൾ 2 ലീനിയർ ടൈപ്പ്, എയ്തർ എക്സ് ഓർ വൈ ഡയറക്ഷൻ. അപ്പോൾ ഒരു റൊട്ടേഷനും വരുന്നുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്ന ഫിഗറാണ്. ഇപ്പോൾ ഇവിടെ ഇത് ബേസാണ്, ഇത് ഫിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന മുകളിലുള്ള ഇത്രയും പോർഷൻസ് അതെന്ത് ചെയ്യുന്നുണ്ട്, അത് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മൊത്തത്തിൽ റിവോൾവ് ചെയ്യും. ദെൻ ഈ കാണുന്ന പോർഷൻ അതെന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഉള്ളിലൂടെ മൂവ് ചെയ്യാം. പിന്നെ ഈ ഭാഗം അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിക്കാം, ഈ ഒരു പിസ്റ്റലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു റൊട്ടേഷനും 2 ലീനിയറും, ദാറ്റ് ഈസ് 2 പ്രിസ്മാറ്റിക്കും. ഇത്തരത്തിലുള്ള കോൺഫിഗറേഷനെയാണ് സിലിണ്ട്രിക്കൽ കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് റോബോട്ട്സ് ഹാവ് 2 പ്രിസ്മാറ്റിക് ജോയിൻറ്റ്സ് ആൻഡ് 1 റവലൂട്ട് ജോയിൻറ്റ്. റൊട്ടേഷൻ ജോയിൻറ്റ് തന്നെയാണ് റവലൂട്ട് ജോയിൻറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ
Third configuration is spherical joint configuration or 2RP. അപ്പോൾ ഇത് തന്നെ ഉണ്ട്, 2 റൊട്ടേഷനും ഒരു പ്രിസ്മാറ്റിക്കും ആണ്. പത്തരത്തിലുള്ള കോൺഫിഗറേഷൻസ്. They follow a spherical coordinate system which allow it full rotation throughout a spherical range. എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബേസ് ഉണ്ട്. ഈ ഏറ്റവും അടിയിൽ കാണുന്നത് ഒരു ബേസാണ്. ഈ ബേസിന് മുകളിലുള്ള ഓവറോൾ സിസ്റ്റത്തിന് എന്ത് ചെയ്യാം, ഇവിടെ കണ്ടോ ഈ കാണിച്ചതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. അതായത് ഈ കാണുന്ന ഓവറോൾ ബോഡി ബേസിന് മുകളിലുള്ളതെല്ലാം എന്ത് ചെയ്യാം, അത് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ റൊട്ടേഷൻ വന്നു. ദെൻ അടുത്ത റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ ജോയിൻറ്റിലാണ്. അത് റൊട്ടേഷൻ എങ്ങനെ, ഈ ഓവറോൾ പോർഷൻ ഇത്രയും പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രിസ്മാറ്റിക് വരുന്നത് അത് ഇതിൻ്റെ ഈ പോർഷനാണ്, ഈ കാണുന്ന ലിങ്ക്. അത് നമുക്ക് 2 ഡയറക്ഷനിലോട്ട് ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ 2 റൊട്ടേഷനും ഒരു പ്രിസ്മാറ്റിക്കും വരുന്ന കോൺഫിഗറേഷനാണ് സ്ഫെറിക്കൽ ജോയിൻറ്റ് കോൺഫിഗറേഷൻ. Then fourth type of configuration is articulated or anthropomorphic configuration. It is also called as 3R configuration. 3R configuration. 3 revolute joints ആണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു, അതായത് ഈ ബേസിൻ്റെ ഇത് ബേസ് ഫിക്സ്ഡ് ആണ്. അതിന് മുകളിലുള്ള ഓവറോൾ പോർഷൻസ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള മുകളിലുള്ള ഓവറോൾ പോർഷൻസ് എന്ത് ചെയ്യും, അത് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുക. അതാണ് ഈ കാണിച്ചിട്ടുള്ള സിമ്പൽ. അതുപോലെ രണ്ടാമത്തെ ടൈപ്പ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ ആക്സിസിലാണ് ഇത് ഈ കാണുന്നത്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്കുള്ള പോർഷൻസിനെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ മൂന്നാമത്തെ ആറ് ഈ കാണുന്ന ആക്സിസ്, അതായത് ഈ ഒരു പോർഷനെ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അപ്പ് ആൻഡ് ഡൗൺ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിനകത്ത് പ്രിസ്മാറ്റിക് ജോയിൻ്റ് ഇല്ല, ഇതിനകത്ത് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. 3R കോൺഫിഗറേഷൻ ആണ്. ദിസ് ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ ഈസ് articulated or anthropomorphic configuration. Next our configuration is SCARA configuration. SCARA. Examine types of different types of configurations in overall ആയിട്ട് ചോദിക്കാം. അതല്ലാണ്ട് അത് സെലക്ട് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ചില എക്സാമ്പിൾക്കൊക്കെ എക്സ്പ്ലെയിൻ അബൌട്ട് സ്കാര കോൺഫിഗറേഷൻ, അങ്ങനെ അത് മാത്രം സെലക്ട് ചെയ്ത് ചോദിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ സ്കാര കോൺഫിഗറേഷൻ, അതിനകത്ത് 2Rഉം 1P ആണ്. 2R 1P കോൺഫിഗറേഷൻ, 2 റൊട്ടേഷനും ഒരു പ്രിസ്മാറ്റിക്കും. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു കോൺഫിഗറേഷൻ പറഞ്ഞത് 2 റൊട്ടേഷനും ഒരു പ്രിസ്മാറ്റിക്കും, 2 റൊട്ടേഷനും ഒരു പ്രിസ്മാറ്റിക്കും. പക്ഷേ ഇവിടെയും അവിടെ 2 റൊട്ടേഷനും ഒരു പ്രിസ്മാറ്റിക് ആണെങ്കിൽ പോലും രണ്ടിൻ്റെയും സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. അതാണ് സ്പെറിക്കൽ ജോയിൻറ്റും സ്കാരയും തമ്മിലുള്ള വ്യത്യാസം. സ്പെറിക്കൽ ജോയിൻറ്റിലെ ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്, അതേസമയം സ്കാരയിലോട്ട് വരുമ്പോഴത്തേക്കും സ്ട്രക്ചർ മാറി. ഓക്കെ, അപ്പോൾ ഇവിടെയും 2 റൊട്ടേഷനും ഒരു പ്രിസ്മാറ്റിക് ഉണ്ട്. ഒരു റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്നത് ഈ ആക്സിസിൽ ഇവിടെ നിന്നുകൊണ്ടുള്ള മുഴുവൻ ഭാഗത്തിൽ എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ റൊട്ടേഷൻ ഇവിടെയാണ് വരുന്നത്, അതായത് ഈ പോർഷൻ ഇതിൻ്റെ ആക്സിസിൽ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ദെൻ പ്രിസ്മാറ്റിക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എൻഡിൽ ഈ ടൂള് എൻഡിൽ ഈ കാണുന്ന പോർഷൻ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലൂടെ ലീനിയർ മോഷൻസ് പോസിബിൾ ആക്കാൻ പറ്റും. അപ്പോൾ അതാണ് സ്കാര കോൺഫിഗറേഷൻ. ഇത്രയും 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫിഗറേഷൻസ് ആണ് റോബോട്ടിലുള്ളത്. ഈ ടൈപ്സ് ഓഫ് കോൺഫിഗറേഷനൊക്കെ ഇതിൻ്റെ ജോയിൻറ്റ്സ് ആൻഡ് ലിങ്ക് ടൈപ്സിനെ, പ്രധാനമായും ജോയിൻ്റ് ടൈപ്പുകളെ അതിൻ്റെ അറേഞ്ച്മെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് ആണ്.